ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ ബ്ലെസ്സി ജോഷിയാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നില്ലേ? അതെ അതെ അതെ. ഓക്കെ. പിന്നെ എവിടുന്നാണ് നമ്മളോടൊപ്പം ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്ന മാവേലിക്കര കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ. കുട്ടികളൊക്കെ ഉണ്ടല്ലോ? 2 മക്കളുണ്ട്. ഓക്കെ. മൂത്ത മകൾ 15 വയസ്സ്, രണ്ടാമത്തെ മോക്ക് 8 വയസ്സ് പ്രായം. ഓക്കെ. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ആ ദേശത്ത് കർത്താവ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. പ്രിയ സഹോദരിയുമായി ദൈവസന്നിധിയിൽ അടിയനായിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കർത്താവെ വിവരിക്കുവാനും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാനും കർത്താവ് സഹായിച്ചാട്ട്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ദേവദാസി, ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദേവദാസി ഷെയർ ചെയ്താൽ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടിവി മീഡിയയിലൂടെ എൻ്റെ അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ വലിയവനായ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ സമയത്തെ ഓർത്ത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുകയാണ്. അപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിക്ക് കുടുംബത്തോട് ഉള്ള നന്ദിയ സ്നേഹത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ കഷ്ടതയാണ് എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ ജനിച്ചു വന്ന പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാക്ക്ഗ്രൗണ്ടിലുള്ള കുടുംബ പശ്ചാത്തലമാണ് എനിക്കുള്ളത്. എൻ്റെ പിതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ രണ്ടും കൂടെ ഇടകലർന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെങ്കിലും എൻ്റെ ജനനം മുതൽ എനിക്ക് ഓർമ്മയായ സമയം മുതൽ ജീവിതത്തിന്റെ വളരെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. കണസമാധാനത്തിന്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടാനിടയായത്. അതിന് കാരണം എൻ്റെ പിതാവ് ലോകപ്രകാരം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടി നെറ്റിയും നെഞ്ചും കൊടുത്ത് ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം രാഷ്ട്രീയ ബേസിൽ ജീവിച്ചു വന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ മദ്യപാനിയായും ഒക്കെ ഏറിയ കാലങ്ങൾ വളരെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് പാർട്ടിയായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിട്ടാണ് താൻ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ, നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ എൻ്റെ ബാല്യകാലം എൻ്റെ ഓർമ്മയായ സമയത്ത് ഞാൻ ആ നിലകളൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനം നഷ്ടപ്പെട്ട അനുഭവം, സ്വസ്ഥത നഷ്ടപ്പെട്ട അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലം ഒരു പേടി സ്വപ്നമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം എപ്പോഴും ഉപദ്രവം കണ്ടു. എൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളും വേദനിക്കുന്ന നിരവധി മറക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു ചെറുപ്രായം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു, അന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ കഷ്ടതയുടെ ആ കനൽ വഴികളാണ് എൻ്റെ കർത്താവിങ്കിലേക്ക് എന്നെ അടുപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ എൻ്റെ പിതാവ് രാഷ്ട്രീയ ബേസിൽ നിൽക്കുമ്പോൾ തന്നെ തനിക്ക് പെട്ടെന്നൊരു രോഗം ബാധിക്കാനിടയായി. രണ്ട് കിഡ്നി ഫെയിലായി.
അങ്ങനെ മദ്യപിക്കുന്ന ഒരാളായതുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അദ്ദേഹം പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവം ആരാണെന്നോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വാദിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഒരു വ്യക്തികളെ പോലെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് മനസ്സുള്ള ഒരാളല്ലായിരുന്നു. എന്നാൽ പലരും എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആരും ധൈര്യമായിട്ട് തന്നോട് വന്നൊരു സുവിശേഷം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു ജീവിത പശ്ചാത്തലമായിരുന്നു എൻ്റെ പിതാവിൻ്റെത്. എന്നാൽ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ലോകവൈദ്യന്മാരെല്ലാം ഉപേക്ഷിച്ച് മരണത്തിന്റെ കാഠിന്യം അനുഭവിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ എൻ്റെ ഭവനം എന്ന് പറയാൻ അന്ന് വീടൊന്നും എനിക്കില്ല, ഉള്ള ഭവനവും വസ്തുവും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരനുഭവത്തിൽ എൻ്റെ പിതാവിൻ്റെ നാടാണ് ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷത്തിന്റെ വിത്തുകൾ വാരി വിതറപ്പെട്ട ഒരു ദേശം കൂടെയാണ് ഞങ്ങളുടെ ദേശത്ത്. അനേക കൺവെൻഷനുകൾ, അനേക വിദേശ മിഷണറിമാർ വന്ന് സുവിശേഷ യോഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ദേശത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിൽ പോലും സ്തോത്രം ഹല്ലേലൂയ, വളരെ ഇതിനോടൊക്കെ അനുകൂലപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുമായിരുന്നത്. എന്നാൽ ഞാൻ വളർന്നു വരും തോറും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് ഒത്തിരി മാനസികമായിട്ട് ആഴമേറിയ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കാനിടയായി തീർന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് ജീവിതത്തോടൊരു വളരെ വിരക്തി എനിക്ക് തോന്നാനിടയായി. എപ്പോഴും വീടിന്റെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? ആഴമേറിയ മുറിവുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. എന്റെ മാതാപിതാ എന്റെ പിതാവ് രോഗിയായി തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം വഴിമുട്ടിയ ഒരു അനുഭവമാണ്. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളായിരുന്നു. ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായിരുന്നു. എൻ്റെ പിതാവിന്റെ മരണം പ്രതീക്ഷിച്ച് ചില ദിവസങ്ങൾ തനിക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എൻ്റെ പിതാവായി. അപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ ഓർമ്മയായപ്പോൾ മുതൽ ആസ്മ രോഗിയായിട്ട് ഭാരപ്പെട്ട ഒരാളാണ്. അപ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഒത്തിരി കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് ഞങ്ങളുടെ മുൻപിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ഒരുപാട് അധ്വാനത്തിൻ്റെതായ ചില പ്രയാസങ്ങളിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്ന എൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ വേദനിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ കാലഘട്ടങ്ങളാണ് എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇടയായത്. എൻ്റെ പിതാവിന്റെ മരണം എൻ്റെ മുൻപിൽ കണ്ട നിമിഷങ്ങൾ ഞാൻ ഇന്നും അന്നത്തെ പോലെ ഓർക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടിയ സമയം, ഗുളികയ്ക്ക് മാർഗമില്ലാതെ വേദനിച്ച സമയങ്ങൾ, നീ ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ച് 1-2 പ്രാവശ്യം ആത്മഹത്യയുടെ വഴിയിലേക്ക് ഞാൻ ചിന്തിച്ച് നീങ്ങിയ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഞങ്ങളുടെ ചിന്തകളെയൊക്കെ മറികടന്നുകൊണ്ട് കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ പിതാവ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന സമയത്ത് ഒരു വ്യക്തികൾ പോലും വന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് ദൈവമില്ലെന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ട് ദൈവമുണ്ടെന്ന് പറയിക്കുവാൻ ദൈവം തന്റെ ശരീരത്തിന്റെ ആ ആരോഗ്യത്തെ മുഴുവനും നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമുണ്ടെന്ന് അഹങ്കരിച്ചു നടന്ന ഒരു കാലഘട്ടം തനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കത്തക്ക നിലകളിൽ രോഗശൈലിയിലാക്കി ആ രോഗക്കിടക്കയിൽ വെച്ചാണ് എൻ്റെ പിതാവ് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഒരു വ്യക്തികളോ ഒരു ദൈവദാസന്മാരോ കടന്നു വന്ന് തലയിൽ കൈവച്ച് സൗഖ്യം പ്രാപിച്ച ഒരാളല്ല എൻ്റെ പിതാവ്. പക്ഷെ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ പിതാവിനോട് സ്വർഗം ഇടപെടാനിടയായി. ആ തീരുമാനത്തിലൂടെ കർത്താവ് അത്ഭുതകരമായിട്ട് ഒരു സൗഖ്യം എൻ്റെ പിതാവിന്റെ മേൽ കർത്താവ് കൊടുക്കുവാനിടയായി. അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. പിതാവ് വല്ല സ്വപ്നം കണ്ടോ? എന്തോ എങ്ങനെ ഇടപെട്ടത് സ്വർഗം? ആന്റി കേൾക്കുന്നില്ല. സ്വർഗം ഇടപെട്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? സ്വപ്നത്തിലൂടാണോ അതോ ആരെങ്കിലും അല്ല, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് രോഗിയായി മാറിയപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ഞങ്ങളായി തീർന്നു. അപ്പൊ എൻ്റെ പിതാവിന് ആ സമയത്ത് ഒരു ആഹാരം കൊടുക്കാനോ ഒന്നും വയ്യാത്തൊരു അമ്മ മാനസികമായിട്ട് അമ്മയും ശാരീരികമായിട്ടൊക്കെ രോഗാവസ്ഥയില്. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങളെ ജീവിതത്തിൽ അധ്വാനിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങളുടെ ജീവിത സാഹചര്യം, ഞങ്ങള് പെൺകുഞ്ഞുങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മൂത്ത ഒരാളായതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് എൻ്റെ ജീവിതം മാറിയപ്പോൾ എൻ്റെ പിതാവിന്റെ ഹൃദയം തകരാനിടയായി. എൻ്റെ അപ്പന്റെ ഹൃദയം പൊടിയാൻ കാരണം അവിടെയാണ്. സ്തോത്രം. അങ്ങനെ എൻ്റെ അപ്പൻ
ചിന്തിച്ചത്, അവിടെ കിടന്ന് ചിന്തിച്ച ഒരു കാര്യം പിന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരും. അവരെ ആരും എന്നുവെച്ചാൽ 7 സഹോദരങ്ങളുള്ള ഒരു വീട്ടിൽ, അപ്പനും അമ്മയും ഉള്ള ഒരു വീട്ടിലാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഒരു ചെറ്റക്കുടലിനകത്ത് ആരും ആശ്രയമില്ലാത്ത ഒരു അനുഭവത്തിൽ കടക്കുമ്പോൾ, മുമ്പോട്ട് ഒരു വഴി കാണാതെ അങ്ങനെ ഒരു സിറ്റുവേഷനിലായി എൻ്റെ അപ്പൻ്റെ ഹൃദയം അവിടെ തകരുകയാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഹൃദയം ദൈവം തകർത്തതാണ്. സ്തോത്രം. അങ്ങനെ ഒരു തകർച്ചയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ദൈവഭാഗത്തേക്ക് കടന്നു വരാൻ ചാൻസ് ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം തൻ്റെ ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഒരു ശക്തമായ ഇടപെടൽ, ഉറങ്ങാത്ത ദിനരാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തൻ്റെ കിടക്കയിൽ ഇറങ്ങി വന്നിട്ട് എഴുന്നേറ്റ് സ്വന്തമായ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയെ ദൈവിക സന്ദർശനത്താൽ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ, ഞാൻ നിന്നെ വിടുവിക്കുവാൻ ശക്തനാ, നീ എനിക്ക് വേണ്ടി ജീവിച്ചാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ ശക്തനാണെന്ന് പറഞ്ഞ് ആമേൻ ആരുടെയും കരം തൊടാതെ സർവശക്തന്റെ കരങ്ങളാലുള്ള ഒരു വിടുതൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഓരോ ചുവടുകൾ മുൻപോട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കുറയുകയല്ലായിരുന്നു, പ്രശ്നങ്ങൾ കൂടുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ, അത് പബ്ലിക്കായിട്ട് പറയാൻ കഴിയാത്ത 1-2 സംഭവങ്ങൾ എൻ്റെ വീടിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകാനിടയായി. സമൂഹത്തിൽ നിന്നുണ്ടായി, ചുറ്റുപാടുകളിൽ നിന്ന് വന്ന പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ വിചാരിച്ചു എൻ്റെ അപ്പൻ രോഗസൗഖ്യം പ്രാപിച്ചു, വിടുതൽ കിട്ടി, അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് ചിന്തിച്ചതാ. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുകയായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. പക്ഷെ വചനം പഠിച്ചു വന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത്, വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസത്തിന്റെ ഒരു പരിശോധനയായിരുന്നു. ഞങ്ങളെ ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ടു കഴിഞ്ഞാൽ അതിന്റെ താഴ്വേർ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് പോലെ ഞങ്ങളെ ഉറപ്പിക്കുവാനുള്ള ആഞ്ഞടിച്ച പ്രതിസന്ധികളായിരുന്നു. ദേശം വെറുക്കത്തക്ക നിലകളിൽ, ദേശത്ത് ഒറ്റപ്പെട്ടു പോകേണ്ട സിറ്റുവേഷൻ, ഈ നാമം അറിഞ്ഞത് കൊണ്ട്, ഈ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളൊക്കെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവരെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിയില്ല. ആമേൻ. എൻ്റെ പിതാവ് പറഞ്ഞൊരു തീരുമാനമുണ്ട്, എനിക്ക് ജീവനെ മടക്കി തന്ന എൻ്റെ യേശുവിന് വേണ്ടി അന്ത്യശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിക്കും. അതായിരുന്നു എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും തീരുമാനം. ആ തീരുമാനം ഉറപ്പുള്ളതായിരുന്നു. തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാവിന് ഇത്രയും സൗഖ്യവും വിടുതലും ഒക്കെ കണ്ടെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മാനസികമായിട്ടൊരു വിഷാദ രോഗം എന്ന് വേണേൽ പറയാം. കാരണം എൻ്റെ ജീവിതത്തിന്റെ ആ ചുറ്റുപാടുകളിൽ നിന്ന് വന്ന ഒരു മാനസിക പ്രശ്നം എന്നെ നന്നായിട്ട് അലട്ടുകയുണ്ടായി. എൻ്റെ അപ്പനും അമ്മയും ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ ഞാൻ അതിന് എതിരായിട്ട് നിന്നുകൊണ്ട് ഞാൻ അതിനെതിരെ നിൽക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ വിടുതൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എൻ്റെ അമ്മ മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അപ്പൻ്റെ വിടുതലോടുകൂടി എൻ്റെ അമ്മയും രോഗസൗഖ്യം പ്രാപിക്കാനിടയായി തീർന്നു. ഇവർ രണ്ടുപേരും സൗഖ്യം പ്രാപിച്ച ദൈവസന്നിധി വന്നപ്പോൾ ആമേൻ, സ്തോത്രം, ഒരിക്കൽ പോലും ഇതാണ് സത്യം, നീ ഇതിലേക്ക് വരണമെന്ന് എൻ്റെ അപ്പൻ എന്നെ ഉപദേശിച്ചിട്ടില്ല. പക്ഷെ അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ പപ്പ കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ച 2 ചോദ്യം. ഒന്ന്, ഞാൻ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എൻ്റെ കാര്യം ആര് നോക്കും? 2, എന്നെ ആര് വിവാഹം കഴിച്ചോണ്ട് പോകും? ഇതൊക്കെ എൻ്റെ ആ കുഞ്ഞു പ്രായത്തിലെ എൻ്റെ ചോദ്യങ്ങളായിരുന്നു. അതിനൊന്നും എൻ്റെ പപ്പ എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി ആ കണ്ണുനീരോടെ കരഞ്ഞ ഒരപ്പനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ അപ്പൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും, എൻ്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഇന്ന് ഈ പെട്ടകം എടുക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ നടന്ന ഒരാളാണ്. 2-3 ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആർഭാട ജീവിതം ആഗ്രഹിച്ചു നടന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ ആരാധന നടക്കുമ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പോയി എൻ്റെ സമയം പാഴാക്കി കളഞ്ഞ സമയങ്ങൾ എൻ്റെ ചെറുപ്രായത്തിലുണ്ട്. എന്നാൽ ആരും എന്നോട് നിർദ്ദേശിച്ചിട്ടല്ല. ഒരു ദിവസത്തെ കൂട്ടായ്മയിൽ ഇരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തന്നപ്പോൾ ആമേൻ ആമേൻ, അവിടെ വന്നവരൊക്കെ ആത്മീയ കൂട്ടായ്മകളിലുള്ളവരാണ്, അവർ ആഭരണങ്ങളൊക്കെ ധരിക്കാത്തവരാണ്. അപ്പൊ എനിക്കൊരു ചിന്ത, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ദൈവസന്നിധി വരാൻ എനിക്ക് പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും മനസ്സുകൊണ്ട് എനിക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് എപ്പോഴും മരിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിനെ ഭരിക്കാനിടയായത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നത് കൊണ്ട് ഒരു ദിവസം എനിക്ക് തന്നെ തോന്നി ഈ കൂട്ടായ്മയിൽ ഒന്ന് ഇരിക്കണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലും കാതിലും ഒക്കെ ഉള്ളതൊക്കെ ആമേൻ പൊതിഞ്ഞ് എൻ്റെ കരങ്ങളിൽ വെച്ചിട്ട് ആമേൻ, അന്നത്തെ കാലഘട്ടത്തിൽ ചിക്കുമായൊക്കെ ഇട്ടിട്ട് അവിടെയാണ് ആരാധിക്കുന്നത്, ചിക്കുമായുടെ മേലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനത് കൊണ്ടുവന്ന്
ആ പായുടെ അടിയിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ആ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ സർവശക്തനായ ദൈവം അന്ന് പകൽക്കാലം എന്നോട് ശക്തമായിട്ട് ഇടപെട്ട 2 ദൂത്. അതിലൊന്നിത്, ബോവസിന്റെ വേലയിൽ ഒരു രൂത്തിനെ പോലെ ഞാൻ നിന്നെ കണ്ടിരിക്കുക. രണ്ടാമതിനോട് പറഞ്ഞു, നീ നാളുകളായിട്ട് നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ കാഠിന്യത്തെ ഞാൻ സൗഖ്യമാക്കാൻ ശക്തന. ഇന്ന് നീ ഒരു തീരുമാനമെടുത്താൽ ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഈ ബോവസാരാ രൂത്താരാണെന്ന് അന്ന് എനിക്കറിയത്തില്ല. കാരണം വചനമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ബൈബിൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല, പ്രസംഗിച്ചാൽ എനിക്ക് പിടികിട്ടത്തില്ല. ഒന്നും അറിയാത്ത എന്നോട് ഈ ദൂത് പറഞ്ഞപ്പോ ആദ്യത്തെ ഒന്നും എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ രണ്ടാമത് എന്നോട് പറഞ്ഞ ആ ദൈവശബ്ദം എനിക്ക് മനസ്സിലായി. എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളുടെ ദൈവദാസൻ എന്നോട് പറഞ്ഞത്. ആമേൻ. അതെന്നെ ഹൃദയത്തിൽ വളരെ സ്പർശിച്ചപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ദൈവമേ, നീ എന്നെ വിടുവിക്കാൻ ശക്തനാണെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ അപ്പന്റെ അമ്മയുടെ വിടുതൽ ഞാൻ കണ്ടതാ. അതുകൊണ്ട് എന്നെ നീ വിടുവിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാ എന്നൊരു തീരുമാനം അന്ന് ഞാൻ അവിടെ വെച്ചെടുത്ത് ഞാൻ ആ ദൈവദാസനോടും ദൈവദാസിയോടും സഭയോടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു വരാം. പിറ്റേ ഞായറാഴ്ച സൺഡേയിൽ ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയി. അതിനുശേഷം ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ചർച്ചില് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആരാധനയ്ക്കായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് അതികഠിനമായ ശാരീരിക നെഞ്ചുവേദന എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ ഭാരപ്പെടുക അവിടെ ഇരുന്ന്. പക്ഷെ അതെന്റെ ദൈവം എനിക്ക് തരുന്ന വിടുതലാണെന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ആ നെഞ്ചിന്റെ പ്രയാസം എൻ്റെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാനിടയായി. എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ. എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചു പോകുകയാണ്, അവിടെ വെച്ച് ഞാൻ തീരാൻ പോകുകയാണെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ സ്തോത്രം, എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കും. പക്ഷെ മരിക്കാൻ ആഗ്രഹിച്ച സമയം എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവിടെ വെച്ച് ഞാൻ പറയാം, ദൈവം എന്ന് നീ എന്നെ കൊല്ലല്ലേ, എനിക്ക് മരിക്കാൻ താല്പര്യമില്ല, എനിക്ക് നീ സൗഖ്യം തരണം, ഞാൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാ. ഒരു വലിയ സമർപ്പണം. ഇന്നലകളിലേക്ക് എൻ്റെ ചിന്തകൾ ഇറങ്ങിപ്പോകാനിടയായി. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ എവിടെ ഇരിക്കുന്നത് പോലും എനിക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ഞാൻ പറയട്ടെ, അന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരവന്റെ ശരീരത്തിന്മേൽ ഇറങ്ങി വന്ന ഒരു ഭാരം എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം എൻ്റെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു അത്ഭുതമായ സൗഖ്യത്തോടു കൂടിയാണ് ആരാധനാലയം വിട്ട് ഞാൻ പുറത്തു വരുന്നത്. പക്ഷെ അന്ന് പകൽ ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, അപ്പാ, ഞാൻ നിന്റെ കാര്യം നോക്കാൻ റെഡിയാ, പക്ഷെ നീ എൻ്റെ കാര്യം നോക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ, വചനം എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PG വർഗീസ് പാസ്റ്ററിന്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കരങ്ങളിലേക്ക് ലഭിക്കുന്നത്. ഞാനത് വായിക്കാൻ തുടങ്ങി. പല ആവർത്തി വായിച്ചു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്നെ വളരെ സ്വാധീനിക്കാനിടയായി. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ആ ദൈവദാസൻ അനുഭവത്തിലൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയെങ്കിൽ എന്തുകൊണ്ട് എനിക്കും അങ്ങനൊന്നും പ്രാർത്ഥിച്ചുകൂടാ? എനിക്ക് എന്തുകൊണ്ട് അപ്പനെ അമ്മയെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ എൻ്റെ ആരെയും ആശ്രയിക്കാതെ എനിക്ക് പ്രാർത്ഥിച്ച് നേടിക്കൂടാ? അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിന്റെ പ്രാർത്ഥന തുടങ്ങുന്നത്. അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഞാൻ വായിച്ചു വന്നപ്പോൾ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതി, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. എങ്ങനെ വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയും? ആ പുസ്തകം പല ആവർത്തി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് സാമ്പത്തികമാകട്ടെ, ആരോഗ്യപരമായ വിഷയമാകട്ടെ, മറ്റേത് വിഷയമാകട്ടെ, മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഏത് വിഷയമായിക്കോട്ടെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥന ഒരു പരീക്ഷണം പോലെ തുടങ്ങാനിടയായി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ പ്രാർത്ഥിച്ച് നേടാൻ ദൈവം എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി. അതൊന്നും ഇന്ന് വിശദമായിട്ട് പറയാനുള്ള സമയമില്ലെങ്കിൽ പോലും ഹല്ലേലൂയ, ഞാൻ ഒരു ജോഡി ഡ്രസ്സിന് ഒരു സാക്ഷ്യം പറയാം. ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കാനിടയായി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, എനിക്ക് സ്കൈ ബ്ലൂ കളർ ഒരു ചുരിദാർ വേണം. ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് കൊമ്പനാട് കൺവെൻഷന് ഒരു മീറ്റിങ്ങിന് കടന്നു പോകാൻ വേണ്ടിയാണ്. അന്ന് എനിക്ക് വസ്ത്രമില്ല, വിരലിൽ എണ്ണാവുന്ന വസ്ത്രം. അന്ന് വസ്ത്രമോ ആഹാരമോ ഒന്നും പറഞ്ഞില്ലേ, കഷ്ടതയുടെ നടുവിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് എന്തായാലും മീറ്റിങ്ങിന് പോകണം, അതുകൊണ്ട് നീ എനിക്കൊരു വസ്ത്രം തരണം. സ്തോത്രം. അന്ന് ഫോൺ സൗകര്യങ്ങളോ അല്ല മറ്റൊന്നും അതില്ലാത്ത കാലമാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പനും അറിയുന്നില്ല, അമ്മയും അറിയുന്നില്ല, എൻ്റെ സഹോദരി അറിയുന്നില്ല. പക്ഷെ എന്നെ അറിഞ്ഞൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിന്ന ദൈവസഭയിൽ കൂടി വന്ന ഒരു പ്രിയ കുടുംബം, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇവിടെ വരണം, നമുക്ക് വൈകിട്ട് കുമ്പനാട് കൺവെൻഷന് പോകണം. അവർക്ക് സ്വന്തമായിട്ട് വാഹനമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് വലിയ
സന്തോഷമാണ്. അവരുടെ കൂടെ ഒക്കെ പ്രാർത്ഥിച്ച് പിന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി അങ്ങനെയാണ് അന്നത്തെ കാലത്ത് കുമ്പനാട് കൺവെൻഷന് പോകുന്നത്. സ്തോത്രം. അതൊരു വലിയ സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ സന്തോഷത്തിൽ ഞാൻ ഒരുങ്ങി ആമേൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നാണ് ചോദിച്ചത്. പക്ഷെ ഒന്നിന്റെ കൂടെ ഒന്നും കൂടെ ഞാൻ പറയട്ടെ, ആമേൻ അവര് പോലും മറന്നിരുന്ന ഒരു വിഷയത്തെ ഇരുനില ബിൽഡിങ്ങിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ഒരു അലമാരിക്കകത്ത് ദൈവം അവർക്ക് മറച്ചു വെച്ചിരുന്നത് അന്ന് പകൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വീട്ടിൽ വെച്ച് ചോദിച്ചു പോയതാണ്. എന്റെ കരങ്ങളിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ കവർ പോലും പൊട്ടിക്കാതെ വിദേശ രാജ്യത്തു നിന്ന് കൊണ്ടുവന്ന 2 വസ്ത്രങ്ങൾ എന്റെ കരങ്ങളിലേക്ക് ദൈവം തരാനിടയായി. ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം ഓരോ നിലകളിലും വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്നെ ദൈവം വിശ്വാസം പഠിപ്പിക്കാൻ ഇടയായി. ഞാൻ അങ്ങനെ അതുകൊണ്ട് ആരോടും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കും. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ പറയട്ടെ, എന്റെ മാതാപിതാക്കന്മാർ അങ്ങനെ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങി. എന്റെ പപ്പ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, തീരുമാനമെടുത്തു. അങ്ങനെ താൻ കവലകളിലും തിരുക്കോണുകളിലും ഒക്കെ പോയി കർത്താവിന്റെ സുവിശേഷം വിളിച്ചു പറയുമായിരുന്നു. ഞാൻ എന്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങിയപ്പോൾ ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിലാണ്. എനിക്ക് സുവിശേഷം പറയാനൊന്നും അറിയത്തില്ലായിരുന്നു. സ്തോത്രം. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ പപ്പ കൊണ്ടുവച്ച ട്രാക്റ്റും കൊണ്ട് ഞാൻ കോളേജിൽ പോകും. എന്നിട്ട് അവിടെയുള്ള എന്റെ സഹപാഠികളായ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഈ ട്രാക്റ്റ് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എന്നെ പരസ്യമായിട്ട് പിടിച്ചു. സ്തോത്രം. ധാര ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്കതിൽ നാണക്കേടൊന്നും തോന്നിയില്ല. കാരണം ഒന്നാമത് എനിക്ക് പറയാൻ അറിയത്തില്ല. പിന്നെ എനിക്ക് ഇതേ ചെയ്യാൻ കഴിയും. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചോട്ട്, കർത്താവെ മറ്റുള്ളവർ പറയുന്ന പോലെ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ലല്ലോ, മറ്റുള്ളവരുടെ അനുഭവം പോലൊന്നും എന്റെ ജീവിതത്തിൽ അനുഭവം ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, അവൻ അല്പത്തിൽ വിശ്വസ്തനാണോ അധികത്തിന് വിചാരകനാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ട്രാക്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ എന്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങൾ സഹോദരിമാർ പലരും ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ദൈവം എന്നെ അതിനായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ള ആഴമേറിയ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു. സ്തോത്രം. എന്റെ പിതാവ് ലോകപ്രകാരം ഒന്നും നേടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്താനുള്ള ഭാഗ്യം എന്റെ പിതാവിന് നൽകി. ആരാധന എന്താണെന്നും ആരാധനയുടെ മഹത്വം എന്താണെന്നും അതെങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആരാധന പോലും മുടക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. എന്റെ മാതാപിതാക്കന്മാർ ഞങ്ങളുടെ ഈ കുട്ടനാട് അപ്പർ കുട്ടനാടാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. 6 മാസം നല്ല ഉണക്ക സമയമാണെങ്കിൽ പിന്നീടുള്ള 6 മാസം വെള്ളപ്പൊക്കത്തിന്റെ കാലങ്ങളാണ്. ഈ 2 വസ്ത്രങ്ങളോടുകൂടിയാണ് ആരാധനയ്ക്ക് 15 കിലോമീറ്റർ കടന്നു പോകണം. പക്ഷെ ഒരാരാധന പോലും മുടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവ പശ്ചാത്തലങ്ങളെയൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പിതാവ് പറഞ്ഞ ഒന്നേ ഉള്ളൂ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി. പൗലോസ് പറഞ്ഞതുപോലെ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി. അങ്ങനെ വിശ്വാസ മാർഗത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒന്നും സമ്പാദിക്കാത്ത ഒരപ്പന്റെ മക്കളാണ് ഞങ്ങൾ 2 പെൺമക്കൾ. എന്നാൽ കർത്താവ് ഞങ്ങളെ മാനിച്ചു. സ്തോത്രം. ദൈവം ഞങ്ങളെ ആദരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു പപ്പായുടെ കൂടെ തന്നെ ചെറുപ്രായം മുതലേ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരദേശ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ലൈഫ് ട്രാക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ടൈറ്റസ് കാർത്തിയപ്പള്ളി അദ്ദേഹത്തിന്റെ ഒരു ടീമിൽ എന്റെ പിതാവ് വേറെ 1-2 സഹോദരന്മാർ ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഞങ്ങളെ 2 സഹോദരിമാരെ ഇന്ന് കർത്താവിൽ അറിയപ്പെടുന്ന കർത്താവിന്റെ ദാസി ശ്രീലേഖ സിസ്റ്റർ, അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരാണ് ആദ്യകാലത്ത് അവിടുത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരാൻ ഇടയായി തീർന്നത്. അന്ന് ദൈവവചനം പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും എന്റെ പിതാവിന്റെ കൂടെ കവലകളില് തീരദേശങ്ങളൊക്കെ കടന്നുപോയി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കാൻ ഇടയായി. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട സമയങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. സ്തോത്രം. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ ആ സ്ഥലമൊക്കെ നമുക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ അധികമൊന്നും ആൾക്കാർ അവിടെ അങ്ങനെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ കടന്നു ചെന്ന സമയത്ത് ഒരുപാട് സുവിശേഷ എതിരുകൾ ഞങ്ങൾക്ക് നേരെ കടന്നു വന്നു. അതുപോലെ തന്നെ KV ജെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൂട്ട സഹോദരനെ അവര് പിടിച്ചുകൊണ്ടങ്ങ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ വലിയ മാരക ആയുധങ്ങളൊക്കെ അവരുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയന്നു പോയൊരു സാഹചര്യമായിരുന്നു. കാരണം ഞങ്ങൾ ഒരാളെ പിടിച്ചോണ്ട് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവരെ കൊല്ലാൻ വേണ്ടിയാണോ കൊണ്ടുപോകുന്നതെന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവവചനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഗദരദേശത്ത് യേശു കർത്താവ് അത്ഭുതം ചെയ്തപ്പോൾ നിങ്ങൾ ഈ അതിന് വിട്ടു പോകണമെന്ന് പറഞ്ഞവനെ ഓടിച്ചു കളയാനിടയായി. യേശുവിനെ ഓടിച്ചു കളയാൻ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ അവിടുന്ന് വരട്ടി ഓടി. പക്ഷെ ഇന്ന് അനേക സഭകൾ കർത്താവ് ആ ദേശത്ത് ഒരുക്കി
2003 കാലഘട്ടത്തിലാണ് ഞങ്ങളവിടെ പ്രവർത്തനങ്ങൾ, അനേക കൺവെൻഷൻ യോഗങ്ങൾ, അറിയപ്പെടുന്ന കർത്തൃദാസന്മാർ, അനേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനേക ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് അവിടെ നൽകി തരാനും, ഇന്ന് അനേക ആ സഭകളിൽ, IPCയുടെ ഇതര സഭകളിൽ അനേക ദൈവമക്കൾ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം ഞാൻ ദൈവവചനം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് 2 വർഷം ഈവനിങ് ആയിട്ട് ഞാൻ ദൈവവചനം പഠിക്കാൻ എനിക്കൊരു സാഹചര്യം, മാവേലിക്കര കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വിഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആദ്യത്തെ ബാച്ചായിട്ട് എനിക്ക് പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി. എന്നാൽ ആ പഠനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു യുവ സഹോദരൻ, ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഒരു ദൈവദാസന്റെ വിയോഗം നിമിത്തം എനിക്ക് എനിക്കെന്നല്ല എൻ്റെ കൂടെയുള്ള സഹോദരിക്കും ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ പോയത് കൊണ്ട് അതൊരു വലിയ ദുഃഖമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നത് കൊണ്ട്, തുടർന്നും എനിക്ക് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ വി. തമ്പിച്ചായനും പ്രിയമറിയാമ്മ ആന്റിയും നടത്തിയ ബെഥേസ്ദ ബൈബിൾ സ്കൂളിൽ എനിക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയത് എനിക്ക് വലിയൊരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു വഴിത്തിരിവാണെന്ന് ഞാൻ പറയാം. ഹാലേലൂയ. വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് അവിടെ. 1 വർഷത്തെ കോഴ്സ് ആയിരുന്നെങ്കിൽ തന്നെയും ഞാനിങ്ങനെ പറയും, 10 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് എനിക്ക് അവിടെ നിന്ന് ലഭിക്കാനായിട്ട് ഇടയായി തന്നത്. എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അത്രമാത്രം ഒരു വലിയ അനുഗ്രഹം ആ സ്ഥാപനത്തിനകത്തു നിന്ന് എനിക്ക് നേരിടാനിടയായി. എങ്കിൽ തന്നെയും പല കാര്യത്തിലും എന്നെ റിജക്റ്റ് ചെയ്തവരുണ്ട്. അവിടെ പല കാര്യത്തിലും എന്നെ റിജക്റ്റ് ചെയ്തവരുണ്ട്. സ്തോത്രം. അത് പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും സ്തോത്രം. അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ച ഒരു വലിയ വേദന എനിക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് പിന്നത്തേതിൽ ഒരു വലിയ പ്രചോദനമാകാൻ കർത്താവ് സഹായിച്ചു. എവിടെ താഴ്ത്തപ്പെട്ടോ അവിടെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. സഹനത്തിന്റെ വഴികളും സഹിഷ്ണുതയുടെ വഴികളും ഒക്കെ അനുഭവിപ്പാൻ ആ സാഹചര്യങ്ങളിൽ എന്നോട് അവിടെ ഇടപെട്ട അന്നത്തെ ഡീനായി പ്രവർത്തിച്ച ഒരു വാത്സല്യ ദൈവദാസി എന്നോട് പറഞ്ഞു, നീ ഹിന്ദുവാണ്, നീ ഇവിടെ വളരണ്ട, നീ പുറത്ത് വളർന്നാൽ മതി. സ്തോത്രം. അങ്ങനെ എന്നെ അതിൽ നിന്നൊക്കെ റിജക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചാപ്പൽ സർവീസിൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷെ എപ്പോഴും മുട്ടയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ സർവശക്തൻ തന്നതുകൊണ്ട് പലതിൽ നിന്നും അവരെന്നെ റിജക്റ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എന്നെ പരിഗണിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ സ്ഥാപനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തോടാണ് എനിക്ക് പുറത്തു വരാനിടയായത്. അതിനുശേഷം 1 വർഷം കൂടെ എനിക്ക് ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് സഹായിച്ചു. തൃശ്ശൂര്, പറവൂര്, അങ്കമാലി, തുറവൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകാനും അവിടെ മിഷൻ പ്രവർത്തനമായിട്ട് അവിടെയുള്ള ദൈവദാസന്മാരോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന്, ചില സഹോദരിമാരോട് ചേർന്ന് പ്രവർത്തിക്കാനും കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ പപ്പ എന്ന സഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, എന്നെ പ്രിയമറിയാൻ വേണ്ടി എന്നോട് പറഞ്ഞു, നീ ആന്ധ്രയിലേക്ക് പോകണം. എന്നോട് പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് ആയിരുന്നു. സ്തോത്രം. എനിക്ക് നോർത്തിൽ പ്രവർത്തിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം അനേക ദൈവദാസന്മാരുടെ കഴിഞ്ഞ കാലഭക്തന്മാരുടെ ഒക്കെ അനുഭവങ്ങൾ എന്നെ വളരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഒരു ഫാമിലി ആയിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് എനിക്കവിടെ ഒരു തടസ്സം കൊണ്ടുവന്നെങ്കിലും ഞാൻ പിന്നെയും പ്രാർത്ഥിക്കാനിടയ ദൈവഹിത എന്താണ് എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ആമേ സ്തോത്രമല്ലേ, എൻ്റെ പിതാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ എന്നോട് പറഞ്ഞത് മുഖാന്തരം ഞാൻ വീണ്ടും ആ സ്ഥാപനത്തിൽ കടന്നു എന്ന അനുവാദത്തോടുകൂടെ എൻ്റെ പപ്പയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനിടയായി. അങ്ങനെ 2008-2005 ഞാൻ പ്രവർത്തനം 2006 ഞാൻ കടന്നു വന്നു. 2008 എനിക്ക് വേണ്ടി ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയുടെ വഴി പരിശുദ്ധാത്മാവ് ഒരുക്കി തന്നു. എന്നാൽ എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തവരൊക്കെ വാക്കുമാറിയപ്പോ ആമേ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി കരുതിയ കരുതല് വലിയ അത്ഭുതകരമായിട്ട് ദൈവം എനിക്ക് വേണ്ടി കരുതി. എൻ്റെ അപ്പന്റെ വാഹനത്തിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുകയും കർത്താവിന്റെ നാമത്തെ ഞാൻ ഉയർത്തുകയും ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ദൈവത്തോട് ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചതുപോലൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, സ്തോത്രം, എൻ്റെ വിവാഹം ഉറപ്പിച്ച് സാമ്പത്തികമില്ലാതെ എൻ്റെ പപ്പ ആരോടും പറയുന്നില്ലെങ്കിലും അബ്രഹാമിന്റെ ഹൃദയം തകരുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് എനിക്ക് മനസ്സിലായി.
ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആമേൻ, ഇന്ന് ഈ വിവാഹം എനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചതും ദൈവഹിതവുമെങ്കിൽ ആമേൻ, ഈ വിവാഹം നടക്കുമെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ്, ഒരു തെളിവ് നീ തരണം. സാമ്പത്തികം ഒന്നും ഞങ്ങളുടെ പക്കലില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ചെയ്തു, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്കൊരു അടയാളം ദൈവം തരണം. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഞാനും എൻ്റെ പിതാവും കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് മടങ്ങി, സന്ധ്യയോടുകൂടെ മടങ്ങി വരുമ്പോൾ പപ്പയുടെ വണ്ടിയുടെ ലൈറ്റ് പോയി. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ടിലൂടെ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ കടത്തിറങ്ങി വള്ളത്തിൽ ഇക്കരെ ഇറങ്ങണം. അങ്ങനെ വാഹനം ഒരു ഭവനത്തിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങള് വള്ളത്തിൽ കയറി ഇക്കരെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ പിന്നിൽ ഒരാൾ വിളിക്കുക, ആമേ ബ്രദറെ, നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരണം, ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. ഇന്ന് ആ പിതാവ് നിത്യതയിലാണ്. എന്നാൽ അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ചെറിയ നന്മ, ഒരു ലണ്ടനിൽ നിന്ന് ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഒരു മകൻ 20,000 രൂപയുടെ ഒരു ചെക്കാണ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് കൈമാറിയത്. ഞാൻ അന്ന് പ്രഭാതത്തിൽ പറഞ്ഞത്, കർത്താവേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു നന്മ എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സാമ്പത്തിക നന്മ എൻ്റെ കരങ്ങളിൽ തന്നേച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനായ കർത്താവേ, ഈ വിഷയത്തിനകത്തൊരു ദൈവം അത്ഭുതം ചെയ്യണേ. 1,00,000 രൂപ സ്പോൺസർ പറഞ്ഞവർ തക്ക സമയത്ത് വാക്ക് മാറിയപ്പോൾ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനിടയായി. അങ്ങനെ എൻ്റെ വിവാഹം മനോഹരമായ നിലകളിൽ എൻ്റെ വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെയാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്ന. ഏകനായ വിശ്വാസ മാർഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് കർത്താവ് എനിക്ക് തന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് എനിക്ക് പറയാതിരിക്കാനായിട്ട് കഴിയയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, ഈ മീഡിയയിലൂടെ ഞാൻ പറയുന്നത്. ഒരു സുവിശേഷ വേലക്കാരന്റെ മകളായി തീർന്നതിലാണ് എനിക്ക് അഭിമാനം. അപ്പോൾ തന്നെ ഒരു സുവിശേഷ വേലക്കാരന്റെ ഭാര്യ ആയതിലാണ് എനിക്ക് അഭിമാനം. സ്തോത്രം, ആമേൻ. ആയുഷിന്റെ അന്ത്യം വരെ കർത്താവിന്റെ വേല മാത്രമാണ് എൻ്റെ ആഗ്രഹം. ആമേൻ, സ്തോത്രം. വിശ്രമം കൂടാതെ ഉള്ള ഒരു ശുശ്രൂഷയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. അതിനുവേണ്ടിയാണ് ദൈവത്തോട് ഒരു ജീവിത പങ്കാളിയെ ചോദിച്ചതും പ്രാർത്ഥിച്ചതും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ, സ്തോത്രം, ഒരു കോൺവെന്റില് ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ, സ്തോത്രം, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ചൊരു ഷോക്ക് ഉണ്ടാകുകയും സംസാരശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം അവിടെ സഹപ്രവർത്തകയായി വർക്ക് ചെയ്ത ഒരു സഹോദരിയാണ് അദ്ദേഹത്തെ മറ്റൊരു ദൈവദാസന്റെ അടുക്കൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ക്ഷണത്തിൽ വിടുതൽ കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം വിശ്വാസ മാർഗത്തിൽ ഇറങ്ങി വന്നത്. ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകാനിടയായി തീർന്നു. എന്നാൽ താന് ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിന്റെ മുൻപിൽ വ്യതിചലിക്കാതെ നിന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സഹോദരിയെ തന്നെ ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെയാണ് 2008 എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവനെ തന്നത്. എനിക്ക് വളരെ കൈത്താങ്ങായിട്ട് അദ്ദേഹം ഇന്നും എൻ്റെ കൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, 2008 മുതൽ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങള് വേദിയിലേക്ക് ഇറങ്ങുമ്പോൾ മാമൂട് IPC സഭയുടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിച്ചത്. അന്ന് മുതൽ തുടങ്ങിയ കുടുംബമായിട്ടുള്ള ശുശ്രൂഷയാണ്. എന്നാൽ ആ ശുശ്രൂഷയുടെ ആരംഭ സമയം മുതൽ തന്നെ ഒത്തിരി പരിശോധനകളിലൂടെയാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വന്നത്. പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ഏകനായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങി. പിന്നീടാണ് അമ്മയും സഹോദരങ്ങളും ഒക്കെ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവന്റെ മാതാവ് ഇങ്ങനെ ഒരു കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞത്: നീ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് മതി, ശുശ്രൂഷയിൽ കിട്ടുന്ന നന്മ ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ച സമയങ്ങളുണ്ട്. കാരണം ഞങ്ങളെ തിരഞ്ഞെടുത്തത് കർത്താവിന്റെ വേലയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ പിതാവ് ചുമന്ന ഈ പെട്ടകം ഞാൻ ഒരിക്കലും താഴ്ത്തി വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനം വരെ ഈ പെട്ടകം ഞാൻ ചുമക്കും. അതാണ് എൻ്റെ ആഗ്രഹം. അതിനാണല്ലോ ഞാനൊരു കുടുംബജീവിതം ദൈവത്തോട് ചോദിച്ചത്. അപ്രകാരമാണല്ലോ നീ എനിക്ക് തന്നത്. ആമേൻ. എന്നാൽ വലിയ ശോധനകളാണ് അത് മുഖാന്തരം ഞങ്ങൾക്ക് നേരിടേണ്ടി. വീട്ടിലെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് മാനസിക വേദനകൾ, ഒരു ദിവസം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത അനുഭവങ്ങൾ, കണ്ണുനീരിൽ കാലം കഴിച്ചു പോയ ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു തടവറയിൽ എന്ന പോലെ ഞാൻ ആയിപ്പോയി. പുറം ലോകത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഒക്കെ എൻ്റെ ജീവിതത്തിലായി. 2008 സ്തോത്രം, ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ്, ഞാൻ എങ്ങനെ ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഈ വേല ചെയ്യും? വീട്ടിൽ നിന്ന് അതുപോലെയുള്ള പരിശോധനകളാണ് ഞങ്ങൾക്ക് 2 പേർക്കും കടന്നു വന്നത്. വീട് വിട്ടു പോകേണ്ട നിരവധി സന്ദർഭങ്ങൾ. രാത്രിയുടെ യാമങ്ങളിൽ വീടിന് വെളിയിലിറങ്ങി റോഡിലിരുന്ന്
ആമേൻ ദിവസങ്ങൾ അങ്ങനൊക്കെ തള്ളി നീക്കിയ സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അതൊന്നും ഞങ്ങളുടെ ആത്മീയ ദർശനത്തെ ബാധിക്കാനായിട്ട് ഇടയായി തീർന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ വലിയ ശോധനയുടെ നടുവിലാണ് കർത്താവ് എനിക്ക് കൃപാവരങ്ങളൊക്കെ പകർന്നു തന്നത്. വലിയ ശോധനയുടെ നടുവിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, വീട് വിട്ടു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ പിറ്റേ ദിവസം ദൈവിക അധികാരത്തിന്റെ ശുശ്രൂഷയാൽ എന്റെ കർത്താവ് എന്നെ നിറച്ചു. അപ്പൊ ഒരു ഭാഗത്ത് കഷ്ടത ഉണ്ടെങ്കിലും മറു സൈഡിൽ ദൈവം തന്ന ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷിക്കാനും അനേക വ്യക്തികളുടെ വിടുതലുകള്, അനേകരുടെ മാനസാന്തരം, കെട്ടപ്പെട്ട് കിടന്ന അനേക കുഞ്ഞുങ്ങൾ, എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാൻ കഴിയാതെ ബന്ധനത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചിട്ടും ബന്ധനം മുഖാന്തരം ബന്ധിക്കപ്പെട്ട് കിടന്നതിലെ അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടേതായ വിഷയങ്ങളുടെ കുടുംബജീവിതം തകർന്നവർ, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആ സമയങ്ങളിൽ ദൈവകൃപയാൽ എനിക്ക് സാഹചര്യങ്ങൾ ഒരുക്കി. 2008 വിവാഹം കഴിഞ്ഞതിന് ശേഷം സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപ എനിക്ക് ദൈവം തന്നു. എന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ സമയത്ത് സഹിക്കാനുള്ള കൃപ തന്നു. ചിലത് വഹിക്കേണ്ടി വന്നു, ചിലത് ക്ഷമിക്കേണ്ടി വന്നു. സ്തോത്രം, ആലയിൽ സഹിക്കാനും ക്ഷമിക്കാനും വഹിക്കാനുമുള്ള ദൈവകൃപ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാനിടയായി. ആമേ, സ്തോത്രം, ആമേൻ. എന്നാൽ 2008 നവംബർ മാസം ഡിസംബർ മാസമായപ്പോൾ ദൈവാത്മാവ് ഒരു വാഗ്ദത്ത തലമുറയെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തരാനിടയായി തീർന്നു. എന്നാൽ എന്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒത്തിരി കഷ്ടതയിലൂടെ ഞങ്ങൾ വീണ്ടും പരിശോധനയിൽ നിന്ന് പരിശോധനയിലേക്ക് എന്ന പോലെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ അവിടെ ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ആയിരിക്കുമ്പോഴാണ് 2009 നവംബർ മാസത്തില് ബോംബെയുടെ പട്ടണത്തിലേക്ക് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് ഒരു സഹോദരി ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്. ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം എന്ന പോലെയാണ് ഞങ്ങൾ അന്ന് ആ ഒരു ഓട്ടമായിരുന്നു. സ്തോത്രം, ഹാഗാറ്, സ്തോത്രം, സാറായിയുടെ ഭവനത്തിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞ പോലെ ഒരു ഓട്ടമായിരുന്നു. സ്തോത്രം. പക്ഷെ ആ ഓട്ടം ഒരാഴ്ച അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവിടെ വെച്ച് അന്ധേരി മലാട് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് വെച്ചാണ് 1-2 ഭവനങ്ങളിൽ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ കടന്നു പോവുകയും അവിടെ വെച്ച് സ്തോത്രം ഒരു പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ദർശനം എന്നെ ഇങ്ങനെ കാണിക്കുക, പകൽ വെളിച്ചം പോലെ കാണിക്കുകയാണ്. ഒരു ഓട്ടക്കാരന്റെ കയ്യിലിരിക്കുന്ന ദീപശിഖ അത് ഒരു വ്യക്തി ഓടി തികച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയിലേക്ക് അത് കൈമാറും എന്നതുപോലെ ഒരു ദീപശിഖ എന്റെ കരങ്ങളിലേക്ക് വരുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കാണുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, നീ എനിക്ക് പുതിയ ശുശ്രൂഷ തരാൻ പോകുകയാണോ? ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ശുശ്രൂഷ എനിക്ക് ദൈവം തരാൻ പോകുക. ഞാനത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ അതല്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച സൺഡേയിൽ ഉച്ച കഴിഞ്ഞ സമയത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. പക്ഷെ അന്ന് പകൽ എന്റെ പിതാവിന്റെ ശുശ്രൂഷ ഫിനിഷ് ആകുകയായിരുന്നു. സ്തോത്രം, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഫിനിഷ് ചെയ്യുന്ന ഒരു പകലായിരുന്നു അത്. ഹല്ലേലൂയ. അവൻ താൻ ഫിനിഷ് ആക്കിയ ആ ശുശ്രൂഷയുടെ പുതിയൊരു തലത്തിലേക്ക് ദൈവാത്മാവിന്റെ കരങ്ങളിലേക്ക് അത് കൈമാറിയതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. പക്ഷെ എന്റെ പപ്പയുടെ വേർപാട് എന്നെ വല്ലാതെ മാനസികമായിട്ട് തകർത്തൊരു വിഷയമായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ അനേക ദൈവദാസന്മാർ പകലും വൈകിട്ടുമായിട്ട് മീറ്റിംഗുകൾ നടക്കുമ്പോൾ ഒരു കർത്തൃദാസൻ, ഇന്ന് അദ്ദേഹവും നിത്യതയിലാണ്, അദ്ദേഹം എന്നോട് ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുകയാ, ഏലിയാവിന്റെ ശുശ്രൂഷ കാലം കഴിഞ്ഞു, ഇനി ഏലിശയെ നീ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ബോംബെയുടെ പട്ടണത്തിൽ വെച്ച് കണ്ട അതേ ദർശനം പരിശുദ്ധാത്മാവ് എന്നെ വീണ്ടും കാണിക്കുവാനിടയായി. അവിടെ വെച്ച് ഞാൻ വീണ്ടും ധൈര്യപ്പെടാനും വീണ്ടും ആ ശുശ്രൂഷയെ വീണ്ടും തികവോടെ ചെയ്യാനും ഞാൻ തീരുമാനമെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കൃപയാൽ വീണ്ടും ഹല്ലേലൂയ ദൈവമേൽപ്പിച്ച ആ മകൾ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുവാനിടയായി. എന്നാൽ പ്രതികൂലം കുറഞ്ഞില്ല. പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുവാൻ തുടങ്ങി. ഭവനത്തിന്റെ അകത്ത് വലിയ വെല്ലുവിളികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. വളരെ ഭീഷണികൾ, എതിരുകൾ ഒക്കെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നാൽ അതിലൊന്നും ഞങ്ങൾ പതറിപ്പോയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അവനോട് പറഞ്ഞു, നിന്നെ വേദനിപ്പിക്കുന്ന അധരത്തെ ഞാൻ തൊടാൻ പോകുകയാണ്. സ്തോത്രം, നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ ഞാൻ തൊടാൻ പോകുകയാണെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു. ഞാനത് ആരോടും പറഞ്ഞില്ല. എന്റെ ഹൃദയത്തിന്റെ അകത്ത് അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഒരു രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ചാടി എണ്ണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആർക്കോ ഒരാൾക്ക് ക്യാൻസർ വരാൻ പോകുകയാ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശബ്ദം കേട്ടാണ് അദ്ദേഹം എഴുന്നേറ്റത്. സ്തോത്രം, ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രിയ മാതാവ്
പെട്ടെന്ന് ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ മാതാവിന്റെ വായിൽ ഉണ്ടാകാനിടയായി. അങ്ങനെ 1 വർഷവും 3 മാസവും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ ആ മാതാവിനെ ശുശ്രൂഷിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഞാൻ എന്നെ വിവാഹം കഴിച്ചയച്ചത് കോട്ടയം ജില്ലയിൽ, സ്തോത്രം, ഹല്ലേലൂയ, കറുകച്ചാലിനടുത്ത് മുളയമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. പക്ഷേ ആ ദേശത്ത് 2012 എന്റെ വാത്സല്യ മാതാവ് എന്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാനുള്ള ഭാഗ്യം എന്റെ കർത്താവ് എനിക്ക് തന്നു. ആ വർഷം തന്നെ ആ ദേശത്ത് ഒരു കൺവെൻഷൻ വേദിയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കയറ്റി നിർത്താനായിട്ട് ഇടയായി. എനിക്ക് ഒരു അർഹതയും പറയാനില്ല. കർത്താവിനെ ഒരു ഭാഗത്ത് ഞാൻ കഷ്ടതയുടെ തീച്ചൂളയുടെ പോകുമ്പോഴും ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്ത നന്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആഹാരം ഞങ്ങളുടെ മുൻപിൽ വലിച്ചെറിഞ്ഞൊരു അമ്മയാണ്. എന്നാൽ സ്തോത്രം, ഞങ്ങൾക്ക് കർത്താവ് തന്ന നന്മ കൊണ്ട് മാത്രം ആ അമ്മയെ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അതിനുശേഷം 2013 എന്റെ അമ്മയുടെ വേർപാടിന് ശേഷം ഞങ്ങൾ 2 പെൺമക്കളാണ്. എന്റെ ഇളയ സഹോദരി 29 വയസ്സായിട്ടും അവിടെ വിവാഹം നടക്കാതെ വന്നപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം എന്റെ ഭവനത്തിൽ നിന്ന് ഉയർന്നു, സഹോദരങ്ങളിൽ നിന്ന് ഉയർന്നു, ദേശത്തുനിന്ന് ഉയർന്നു. എന്റെ പിതാവ് 2009 നവംബർ മാസത്തിൽ അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. സ്തോത്രം, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാതെ ഞങ്ങള് വളരെ ഭാരപ്പെട്ട് ദൈവത്തോട് ചോദിച്ചപ്പോൾ ഒരു വിവാഹാലോചന ഞങ്ങൾക്ക് വേണ്ടി കടന്നു വന്നു. വിശ്വാസത്താൽ അത് വാക്ക് പറഞ്ഞു. 6 മാസം സാമ്പത്തികമില്ലാതെ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന ഒരു വലിയൊരു അത്ഭുതത്തിന്റെ വഴിയായി മാറുവാനിടെ അതെനിക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഒരു ഗ്ലാസ് പച്ചവെള്ളം ദൈവനാമത്തിൽ നാം കൊടുത്താൽ അതിന് പ്രതിഫലമില്ലാതെ പോകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഒന്നേ ചോദിച്ചോളൂ, അപ്പാ, എനിക്ക് എന്റെ അപ്പനില്ല, എന്റെ സഹോദരൻ, എനിക്കൊരു സഹോദരനില്ല ആശ്രയിക്കാൻ. എനിക്ക് ആശ്രയിപ്പാൻ നീ മാത്രമാണ്. 6 മാസം എന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പം ഞങ്ങൾ 2 പേരും കൂടെ മുട്ടയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നും കാണാതെ, ഒരു വഴിയുമില്ലാതെ, എങ്ങനെ കാര്യം നടക്കുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ സ്തോത്രം, വചനം പറയുന്നു, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു വചനം ഇതാണ്: സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന ലിവ്യാഥാന്റെ തലയുടച്ച് ഇസ്രായേലിന്റെ കൂടാരത്തിൽ കാടപ്പക്ഷിയെ നൽകിയതുപോലെ ഞാൻ നിനക്ക് നന്മ തരും, നീ മുഴങ്കാലിൽ ഇരിക്കാൻ പറഞ്ഞു, മുട്ടയിൽ ഇരുന്ന് നീ മേടിക്കുമെന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടത് മുഴുവനും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് 1.5 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കാൻ സാമ്പത്തികമില്ല ഞങ്ങളുടെ കരങ്ങളിൽ. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ കാണിക്കുക, 50,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരോ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം 1.5 ലക്ഷം രൂപ എണ്ണി മാറ്റിയിട്ട് പിന്നെയും നന്മ വരുന്നതായിട്ട് ദൈവാത്മ വെളിപ്പാട് പറഞ്ഞു. ഈ വെളിപ്പാടും ദൈവശബ്ദവും അല്ലാതെ ഒന്നും ഞങ്ങളുടെ കരങ്ങളിലില്ല. തലേ ദിവസം വരെ ഒരു വഴിയും കാണാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സഹോദരനെ ഒരു രാത്രി പരിശുദ്ധാത്മാവ് ഉറക്കിയില്ല. ഹല്ലേലൂയ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, മൊർദെഖായിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണിത്. ഹല്ലേലൂയ. ദാനിയേലിന് വേണ്ടി ജീവിച്ച ദൈവമാണ് ഇത്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന, അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഉറങ്ങാതെ രാത്രി പകലാക്കി ദൈവത്തോട് പറഞ്ഞ ഒറ്റക്കാര്യം ഇതാ: കർത്താവേ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഹല്ലേലൂയ. ഒന്നും സമ്പാദിച്ചില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഓൾ നൈറ്റ് പ്രയർ നടന്നൊരു വീടായിരുന്നു എന്റെ വീട്. ദൈവദാസന്മാരെ പോഷിപ്പിച്ച, അനേക ദൈവമക്കളെ പോഷിപ്പിച്ച ഒരു ഭവനമാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും കടമിടുന്ന ദൈവമല്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അദ്ദേഹത്തെ കാണിച്ചതുപോലെ തന്നെ സ്വർഗത്തിലെ തമ്പുരാൻ ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു. ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി കൈനീട്ടാൻ ദൈവം അനുവദിക്കാതെ സാമ്പത്തികം അനേക ഭവനത്തിലേക്കാണ് സാമ്പത്തികമായിട്ട് വരുന്നത്. ഹല്ലേലൂയ. 40 കൊണ്ടുവന്നവർ, 45 കൊണ്ടുവന്നവർ. ഞാൻ പറയട്ടെ, 4,50,000 രൂപയുടെ സാമ്പത്തിക നന്മയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് അന്ന് പകൽ കൈമാറ്റം ചെയ്തത്. അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് അവിടെ ഭാവി. ചോദ്യം ചോദിച്ചവരുടെയൊക്കെ വായടച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് സാമ്പത്തികത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയായി. എനിക്ക് ഒരു കാര്യം ആത്മാവിൽ പറയാൻ കഴിയും: വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ, വിശ്വസ്തയോടെ ദൈവത്തിന്റെ പെട്ടകം ചുമന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, പിതാക്കന്മാർ കർത്താവിന്റെ വേല ചെയ്താൽ, അവർ ഈ പെട്ടകത്തിന് വേണ്ടി വില കൊടുത്താൽ, ഒരു വലിയ അനുഗ്രഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിൻതലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അവിടെ വിഷയങ്ങളെല്ലാം ദൈവ അത്ഭുത
അത്ഭുതകരമായി അതിശയകരമായിട്ടാണ് ദൈവപ്രവൃത്തി നടന്നത്. എന്നാൽ 2015 2-ാം മാസമായപ്പോൾ എന്റെ വാത്സല്യ സഹോദരി അല്ലെങ്കിൽ അവിടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ കായംകുളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് യൂട്രസ് സംബന്ധമായിട്ടൊരു പ്രോബ്ലം നേരിടാനിടയായി. ആ പ്രതിസന്ധി എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുകയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കായംകുളം ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുവാനിടയായി. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒരു പപ്പയുടെ സഹോദരി മാത്രമാണ് അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കരങ്ങളിലൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്നു. ആ ഒബ്സർവേഷൻ വാർഡിനകത്ത് എന്നെ ആക്കി. 7 ഡോക്ടേഴ്സ് മാറി മാറി ചർച്ച ചെയ്യുന്നതൊക്കെ എനിക്ക് കേൾക്കാവുന്ന രീതിയിലാണ് ഞാൻ എന്നെ ഒബ്സർവേഷനിലാക്കിയിരുന്നത്. സ്തോത്രം. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കാതിൽ കേൾക്കുമ്പോൾ ഞാൻ ഒന്നേ ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ, വിശ്രമം കൂടാതെ ഒരു വേലയ്ക്കാണ് ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നീ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ അവയവം നീക്കിയാലും ഞാൻ ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്ത് എന്റെ വീട്ടിൽ ഇരിക്കുകയല്ല. അതെന്റെ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല അന്ന് രാത്രി മുഴുവനും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒബ്സർവേഷൻ വാർഡിന് പുറത്തിരുന്നുകൊണ്ട് കരത്തോട് കരം കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. യാബോക്ക് കടവിൽ ദൂതനോട് മല്ല് പിടിച്ച യാക്കോബ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചതുപോലെ കർത്താവേ, ഇന്ന് രാത്രിയിൽ നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവവചനം നമ്മളോട് ഇങ്ങനെയാണല്ലോ പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ തലേ രാത്രി മുഴുവൻ ചെങ്കടൽ കരയിൽ ഇരുന്നുകൊണ്ട് അവർ നിലവിളിക്കുകയാണ്. മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ, പുറകോട്ട് പോകാൻ കഴിയാതെ അവർ ദൈവസന്നിധിയിൽ ഇറങ്ങിയപ്പോൾ അന്ന് രാത്രിയിൽ ചെങ്കടലിന്റെ മീതെ കാറ്റടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവരറിയാത്തൊരു വഴി പിറ്റേ യാമത്തിൽ, പ്രഭാത യാമത്തിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഞങ്ങൾ അത്ഭുതപ്പെടുന്ന നിലകളിൽ ദൈവത്തിന്റെ വലിയ കരവന്ന് രാത്രി എന്റെ ശരീരത്തെ തൊടാനിടയായി. പിറ്റേ ദിവസം ഒബ്സർവേഷൻ വാർഡിനകത്തുനിന്ന് എന്നെ ഓപ്പറേഷൻ ടേബിളിനകത്താക്കി. ഹല്ലേലൂയ. എന്റെ യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് അവർ കൊണ്ടുപോയെങ്കിലും സ്വർഗത്തിലെ അപ്പൻ തലേ രാത്രി എന്റെ ശരീരത്തിൽ ചെയ്ത വിടുതൽ അവിടെയുള്ള ഒരു ഡോക്ടേഴ്സിന് ചെയ്യാൻ കഴിയാത്തതായിരുന്നു. അത്ഭുതകരമായ ഒരു സൗഖ്യം എന്റെ കർത്താവിന്റെ ശരീരത്തിന്മേൽ ചെയ്യാനിടയായി. ഹല്ലേലൂയ. മെയിൻ ഡോക്ടേഴ്സ് ആണ് എന്നെ പരിശോധിച്ചത്. അവരെന്നോട് പറഞ്ഞു, ഈ കത്തി വെക്കേണ്ട ഒരാവശ്യമില്ല, ദൈവം അവർക്ക് തന്നെ അറിയത്തില്ല ഇതെന്താ. എനിക്കറിയാം കർത്താവ് എന്നെ വിടുവിച്ചതാ. സ്തോത്രം. 2015 2-ാം മാസത്തിൽ എന്റെ കർത്താവ് എനിക്ക് അത്ഭുത സൗഖ്യം തന്നു. ആ ഒബ്സർവേഷൻ വാർഡിനകത്തുനിന്ന് കർത്താവിന്റെ വിടുതലോടെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. 2-ാം മാസം കഴിയുന്നതിന് മുമ്പ് രണ്ടാമതൊരു വാഗ്ദത്ത സന്തതിയെ എന്റെ കർത്താവിന്റെ ഉദരത്തിൽ തരാനിടയായി. ആ കുഞ്ഞിനെ കൊണ്ടാണ് ഞങ്ങൾ ഈ മാവേലിക്കരയുടെ പട്ടണത്തിലേക്ക് വരാൻ കാരണം. സ്തോത്രം. ഹല്ലേലൂയ. 2015 ഹല്ലേലൂയ. ഞാൻ വളരെ ഭാരപ്പെട്ട് അവിടെ വെച്ച് ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എങ്ങനെ എന്റെ കാര്യം? കാരണം അദ്ദേഹത്തിന് മാതാവുമില്ല, പിതാവുമില്ല, എനിക്ക് പിതാവില്ല. സ്തോത്രം. എന്റെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കപ്പെടും? സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കർത്തൃദാസൻ എന്റെ വീട്ടിൽ യാദൃശ്യമായി കയറി വന്നപ്പോൾ ഞങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ട് പോയി. സ്തോത്രം. സിസ്റ്ററെ, ഭാരപ്പെടണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. രണ്ടാമത് പറഞ്ഞത് നിങ്ങളെ പട്ടണത്തിൽ ദൈവം താമസിപ്പിക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ സാഹചര്യത്തിൽ ഈ 2 ദൂതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലാണ്. പക്ഷെ ദൈവം വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി പറയുന്ന ദൈവമല്ല. അങ്ങനെയാണ് 7-ാം മാസം പൂർണ്ണ ഗർഭാവസ്ഥയിലാണ് ഞാൻ ഈ മാവേലിക്കരയുടെ പട്ടണം, ഈ ദേശത്തേക്ക്, ഗ്രാമപ്രദേശമാണ്, അവിടേക്ക് വന്നത്. ഒരു വഴിയില്ല. അദ്ദേഹത്തിന്റെ ജോലിയിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഒരു വഴിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8-ാം മാസമായപ്പോൾ സ്തോത്രം കൊറത്തിയാടെന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ചർച്ച് ഓഫ് ഗോഡിന്റെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറില് 20-ാമത്തെ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസൻ എന്നെ ക്ഷണിച്ചു. ഹല്ലേലൂയ. ഞാൻ അവിടെ കടന്നു ചെന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒരു ആശ്ചര്യമാകുന്നവണ്ണമാണ് എന്നെ നോക്കിയത്. കാരണം ഞാൻ പൂർണ്ണ ഗർഭാവസ്ഥയിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മൂത്ത കുഞ്ഞിനെ 7 മാസം ചുമന്നുകൊണ്ട് ഞാൻ കർത്താവിന്റെ വേല ചെയ്തു. 2-ാമത്തെ മോളെ 8-ാമത്തെ മാസം പൂർത്തീകരിക്കുന്നത് വരെയും ചുമന്ന കർത്താവിന്റെ വേല ചെയ്തു. ഹല്ലേലൂയ. ആ ദിവസത്തെ മീറ്റിംഗ് എനിക്കൊരു ഭയങ്കര അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ എഴുന്നേറ്റ് നിന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവിന്റെ ശക്തി ഇന്നുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ കരങ്ങളിലെടുത്ത് തുടർമാനം 3 മണിക്കൂറോളം ഞാൻ നിന്നത് ഞാൻ പോലും അറിഞ്ഞില്ല. അന്നത്തെ ആ ശുശ്രൂഷ ഒരു വലിയ അത്ഭുതമായി. പക്ഷെ എന്റെ ഉള്ളിൽ എരിഞ്ഞൊരു വിഷയമുണ്ട്, കർത്താവെ, അടുത്ത മാസം എന്റെ കാര്യം എങ്ങനെ നടക്കും? ഒരു വലിയ ചോദ്യമാണ്. ഹല്ലേലൂയ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതിനുശേഷം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്റെ 2 കാലും നീരായി എനിക്ക്
ാണ് ഞാനായിരുന്നത്. എന്റെ ഹസ്ബൻഡ് എന്നെ കണ്ട് വല്ലാതെ ഭാരപ്പെടാനിടയായി. ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ആ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞ ഒരു കുടുംബം ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്ന് ഞങ്ങളെ വിളിക്കാനിടയായി. ഹല്ലേലൂയ. ഞങ്ങളോട് ആമേ പറഞ്ഞു വിട്ട ഒരു ദൂതാണ്, ഞാൻ നിനക്ക് വേണ്ടി കരുതും. സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി കരുതും. കൃപയാൽ ഞാൻ പറയട്ടെ, 24 വർഷമായി കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ആ പ്രിയപ്പെട്ടവര്, എന്റെ ഫൈനാൻസ് പരമായിട്ട് ഒരു കാര്യം അവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും എന്റെ കർത്താവ് അവരോട് പറഞ്ഞു, നീ അവരുടെ കാര്യം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവര് ദൈവകൃപയാൽ അവര് പ്രിയ സ്തോത്രം ഒരു വാത്സല്യ കുടുംബമാണ്. ഞാൻ ഇവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ആമേൻ. അവിടെ നിന്ന് 30,000 രൂപയുടെ ഒരു ഭൗതിക നന്മ എനിക്ക് വേണ്ടി, അവരറിയുന്നില്ല എന്റെ ഫിനാൻസ്, എനിക്ക് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയത്തില്ല. ഞാൻ ഒരു വ്യക്തികളോടും ചോദിക്കത്തില്ലെന്ന് 96 എടുത്ത തീരുമാനം. സ്തോത്രം. അതുകൊണ്ട് എന്റെ ഫൈനാൻസ് പരമായിട്ട് ഒരു കാര്യം ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, മനുഷ്യനോട് ചോദിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നന്ന്. സ്തോത്രം. അങ്ങനെ ആ പ്രിയപ്പെട്ടവരിലൂടെ സാമ്പത്തികമായ നന്മകൾ ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ തന്ന ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ വിഷയത്തിന് വലിയ പരിഹാരം ദൈവം നൽകി. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു കരുതല ആ വർഷം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകി. കുഞ്ഞ് ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ബ്രസ്റ്റിൽ ഒരു തടുപ്പ് വെളിപ്പെടാനിടയായി തീർന്നു. സ്തോത്രം. അത് അല്ലെങ്കിൽ ബയോപ്സി ചെയ്യാനായിട്ട് എനിക്ക് എഴുതി തന്നതാണ്. എന്നാൽ ഞാൻ ആ ബയോപ്സി ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെച്ച പേപ്പർ അവിടെ വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ 21 ദിവസം ഉപവാസം എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്ന് ആ തടുപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തേച്ച് മായ്ച്ചു കളയുന്നത് പോലെയാണ് എന്റെ ശരീരത്തിൽ നിന്ന് അത് മാറ്റി കളയാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള ഒരു വലിയ വിടുതല് എന്റെ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവ് നൽകാനിടയായി തീർന്നു. അതിനുശേഷം 2018 ആയപ്പോഴത്തേക്ക് സ്തോത്രം, എന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. ആ വീട്ടില് എന്റെ മാതാവും എന്റെ ഇളയ സഹോദരിക്കും അവർക്ക് ഷെയർ കൊടുത്തൊരു വീടാണ്. എന്നാൽ എനിക്ക് അവിടെ നിന്ന് മാറണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 2ാമത്തെ വാഗ്ദത്ത ദൂത് കേട്ടത് ഇതാണ്, ഞാൻ നിന്നെ പട്ടണത്തിൽ താമസിപ്പിക്കുമെന്ന്. ആമേൻ. സ്തോത്രം. പക്ഷെ അതിനുള്ള വലിയ സാഹചര്യം ഒന്നും ഞങ്ങളുടെ മുമ്പിൽ കണ്ടില്ല. പക്ഷേ ദൈവ സാഹചര്യങ്ങളെ ഒരുക്കിയിട്ടാണ് ഒരു ദൂത് നമ്മളോട് പറയുന്നതെന്ന് ആമേൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ 2018 ജൂൺ മാസമായപ്പോൾ, മാർച്ച് മാസമായപ്പോൾ ആമേൻ തട്ടാരമ്പലം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഒരു ദൈവദാസനായ IPCയുടെ ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു. ആ വീടിന്റെ അന്തരീക്ഷം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പാട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. വചന വെളിപ്പാട് തന്നു. ആമേൻ. പ്രവചനം ഹല്ലേലൂയ 37-ാമത്തെ അധ്യായം സ്തോത്രം വ്യക്തമായൊരു ആലോചന വെളിപ്പെടുത്തി തന്നു. ആ വചനദൂത് ഞാൻ അവരോട് ഷെയർ ചെയ്യാനിടയായി. അത് അവർ ഏറ്റെടുത്തു. വലിയ തടസ്സത്തിൽ കടന്ന ഒരു വിഷയത്തിന്മേൽ അത്ഭുതം ദൈവം ചെയ്യുകയും അവർ അമേരിക്കയുടെ മണ്ണിലേക്ക് 2 മാസം കൊണ്ട് അവർ കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം വീട് താഴിട്ട് പൂട്ടിയാണ് അവർ ഇവിടുന്ന് കടന്നു പോയതെങ്കിലും 2018 അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയുടെ തലേ മാസത്തിൽ വലിയ വെള്ളപ്പൊക്കത്തിന്റെ അതിനു മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ അതിന്റെ കഠിനതയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം വീണ്ടും ഞങ്ങളെ വിളിക്കുവാനും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പാർക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ചെന്ന് പാർക്കണമെന്ന് പറഞ്ഞ് ആ കുടുംബമാണ് ഞങ്ങളെ 3.5 വർഷം റെന്റ് പോലും മേടിക്കാതെ 3.5 വർഷം പട്ടണത്തിൽ ദൈവം ഞങ്ങളെ താമസിപ്പിച്ചു. കോവിഡിന്റെ കാലഘട്ടങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അനേക ദൈവമക്കൾ, അനേക ഹൈന്ദവരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിൽ കർത്താവിന് വേണ്ടി നേടാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നു. അവിടെ നടന്ന ആ കൂട്ടായ്മ എല്ലാ മേഖലകൾ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. വലിയ ദൈവിക കരുതലുകൾ ഞങ്ങൾക്ക് കാണാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ അതിനുശേഷം 2021 ആയപ്പോൾ സ്തോത്രം അല്ലെങ്കിൽ ആ വീടിന്റെ കെട്ടുപണികൾ തുടങ്ങാൻ തുടങ്ങി. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ പ്രാർത്ഥിച്ചതിന്മേൽ ഒരു വിടുതൽ നടന്നു. അവിടെ വന്ന് ജോലി ചെയ്തവരിൽ നിന്ന് കോവിഡ് എനിക്ക് ബാധിക്കുവാനിടയായി. കോവിഡ് ബാധിച്ചു. ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ കുഞ്ഞുങ്ങളും കോവിഡ് സെന്ററിൽ 1 മാസത്തോളം മരണത്തോട് മല്ലടിച്ച് സ്തോത്രമല്ലാത്തൊരു കെടുതിയിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ സ്തോത്രം, അന്ന് കോവിഡ് എന്ന് പറഞ്ഞ് എല്ലാവരും ഭയപ്പെട്ട ഒരു സമയമാണ്. എല്ലാവർക്കും പേടി സ്വപ്നമായ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാം ആ ഭവനക്കാർക്കും അത് വലിയൊരു പേടിയായിരുന്നു. അവര് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ആ വീട്ടിലോട്ട് പോകണ്ടെന്നു. സ്തോത്രം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ കുഞ്ഞു മക്കളെ കൊണ്ട്, 2 പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? സ്തോത്രം. ഒരു വഴി എന്റെ മുൻപിലില്ല. സ്തോത്രം. ആമേൻ. എന്റെ രോഗത്തെക്കാൾ എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ചത് അനുഭവങ്ങളാണ്.
ഒരു ദിവസം വിളിച്ചിട്ട് പറയും നിങ്ങൾ അവിടെ പോയി പാർത്തു, പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും നിങ്ങൾ അവിടെ പാർക്കണ്ട, നിങ്ങൾ മറ്റേതെങ്കിലും ഭവനം അന്വേഷിക്കുക. സ്തോത്രം. ഹാലെ, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അന്തരീക്ഷമായിരുന്നു. 7 ദിവസം ക്വാറന്റൈൻ ഇരിക്കണം. വല്ലാത്ത, ആരോടും പറയാൻ കഴിയാത്തൊരു മാനസിക വേദനയിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്നാൽ തിരിച്ച് അവിടേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം അതിനേക്കാളും രൂക്ഷമായി. സ്തോത്രം. പക്ഷെ അന്ന് രാത്രിയിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ആ ദേശത്ത്, ആ ഭവനത്തോട് ചേർന്ന് തന്നെ ഒരു ഭവനം സ്വർഗത്തിലെ തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് വീണ്ടും ആമേൻ സ്തോത്രം. ഇന്ന് ഞങ്ങൾ പാർക്കുന്നത് കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വിശ്വാസ കുടുംബമാണ്. ഇവിടെ റെന്റ് കൊടുത്താണ് ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്നതെങ്കിലും അനേക ദൈവമക്കൾ ഇവിടെ കടന്നു വരികയും ആമേ സ്തോത്രം വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സജീവ പ്രവർത്തകരായിട്ട് ദൈവസഭയ്ക്ക് കൈത്താങ്ങായി, ദൈവദാസന് കൈത്താങ്ങായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ 1-2 കുടുംബങ്ങളെ ഇപ്പോൾ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അവരുടെ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാല് നടത്തിയ വഴികളല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ പറയാനായിട്ട് എനിക്കില്ല. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമായിട്ടുള്ള വിഷയമാകട്ടെ അഭിമുഖീകരിക്കുന്നവരുണ്ടെങ്കിൽ അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മതിയായ ഒരു സ്വർഗീയ കരം അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രവർത്തികളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെയൊക്കെ ഹൃദയം ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ പോലെ വേദന അനുഭവിക്കുന്നവരോ, കഷ്ടത അനുഭവിച്ചവരോ, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നുപോയവരോ, കർത്താവിന്റെ വേല നിമിത്തം ഒറ്റപ്പെട്ടവരോ, തരം താഴ്ത്തപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിൽ ഇരുത്തുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിപ്പാൻ ശക്തനവൻ, ആർക്കും കടക്കാരനല്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെയും പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു നിമിഷം ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതായ ശുശ്രൂഷകൾ, അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത പരിശുദ്ധാത്മാവ് അനേക ഹൃദയങ്ങളെ തുറക്കുവാൻ, അനേക ജീവനങ്ങളുടെ ഹൃദയം തുറക്കുവാൻ ഇതൊരു മുഖാന്തരമാകട്ടെ. ഇതിലൂടെ മുടങ്ങുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി മാറട്ടെ. അനേകായിരങ്ങൾക്ക് ഇത് പ്രചോദനമാകട്ടെ. അനേകരുടെ കണ്ണ് തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തിക്ക് ഒരു വലിയ പ്രതിഫലം നിന്റെ മക്കളുടെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് സർവശക്തൻ അവരുടെ ശുശ്രൂഷകളെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ട് ദൈവം വിട്ടുവെക്കുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പ്രിയാന്റിയോടും ജോയ്സ് ടിവിയോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കും. ആമേൻ, ആമേൻ. ദേവദാസി, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം കുടുംബമായി സഹായിക്കട്ടെ.